ഇടുക്കി മൂന്നാർ ടൗണിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ആശുപത്രി റോഡിന്റെ നിർമ്മാണം 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ദേവികുളം എംഎൽഎ അഡ്വക്കേറ്റ് എ രാജ. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ ബുദ്ധിമുട്ടിയാണ് രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ നിരവധി തവണ കേരള വിഷൻ ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. മൂന്നാർ ടൗണിന് സമീപമുള്ള ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലേക്കുള്ള 1/2 കിലോമീറ്റർ റോഡാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തകർന്ന് വൻ കുഴികൾ രൂപപ്പെട്ട് കിടക്കുന്നത്. ദിവസവും വിനോദസഞ്ചാരികളടക്കമുള്ള നിരവധി രോഗികളാണ് മൂന്നാറിലെ ഏക ചികിത്സാ കേന്ദ്രമായ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. റോഡിലെ വലിയ കുഴികൾ കാരണം ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഏറെ സമയമെടുത്താണ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. കുഴിയിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ്. കൂടാതെ ആശുപത്രിയിലേക്ക് തകർന്ന റോഡിലൂടെ ഗർഭിണികളെ നടത്തിക്കൊണ്ടുപോകാൻ മാത്രമേ കഴിയൂ. ഈ സാഹചര്യത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. തുടർന്നാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. മൂന്നാർ GH റോഡ് പണിയുന്നതിന് വേണ്ടി MLAയുടെ ആസ്തി വികസനത്തിൽ നിന്ന് 20 ലക്ഷവും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ള 20 ലക്ഷം, അങ്ങനെ 40 ലക്ഷം രൂപ കൊടുക്കും. ഈ റോഡ് പണിയുന്നതിന് സൈഡ് ഓടയടക്കം നന്നായി പണിയേണ്ടതായിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ അടക്കം ഒഴുകി പോകുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് ഫണ്ട് കൂടുതൽ ആവശ്യം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഓടയുടെ പണികളെല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണ്. ഒരാഴ്ച അടച്ചിട്ടിട്ടാണ് ഈ റോഡ് പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടൈൽ വർക്ക് ആയതുകൊണ്ട് 5 ദിവസത്തിനുള്ളിൽ ടൈൽ വർക്കുകളെല്ലാം തീരും. അടുത്ത ആഴ്ച ആകുന്നതോടുകൂടി ഏകദേശം 10 ദിവസത്തിനുള്ളിൽ ഈ റോഡ് പണി മുഴുവനും തീർത്ത് ഗതാഗത യോഗ്യമാക്കാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓടയുടെ നിർമ്മാണമാണ് ആരംഭിച്ചിരിക്കുന്നത്. 5 ദിവസം പൂർണ്ണമായും റോഡ് അടച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. രോഗികൾക്ക് ആശുപത്രിയിലേക്ക് എത്താൻ നല്ലതണ്ണി റോഡ് വഴി ബദൽ സംവിധാനം ഒരുക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.